പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകും എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആരും നാറി നാണം കെടുന്ന തെളിവുകൾ അത്രയും പുറത്തു വന്നിട്ടും പരാതി എവിടെ, പരാതിക്കാരി എവിടെ എന്നായിരുന്നു രാഹുൽ ഫാൻസിൻ്റെ കോറസ് ചോദ്യം. ഇരയാക്കപ്പെട്ട പെൺകുട്ടി പരാതി നൽകിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് പിന്നീട് താമസമുണ്ടാവില്ല. പെൺകുട്ടി പരാതി നൽകിയാൽ ഇതുവരെ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ അകത്തു പോകുമെന്നതും ഉറപ്പാണ്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾക്ക് പുറമെ ഇന്നും പുറത്തു വന്നു ഒരു ശബ്ദരേഖയും ചാറ്റും. രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുലിനാൽ ഗർഭിണിയാകേണ്ടി വന്ന പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണവും ചാറ്റുമാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ചെയ്തത് കൊടും ക്രൂരതയാണ്. തന്നെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന നിരാലംബയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് കുറഞ്ഞ പക്ഷം മാനുഷികതയോടെ പെരുമാറാൻ പോലും രാഹുൽ തയ്യാറാവുന്നില്ല. തന്നോട് പ്രതികരണം തേടാതെ വാർത്ത നൽകിയ മാധ്യമധർമ്മം ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനോടുള്ള രാഹുലിൻ്റെ പ്രതികരണം. പക്ഷേ അപ്പോഴും അത് തൻ്റെ ശബ്ദമല്ല എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇതുവരെ പുറത്തു വന്ന ശബ്ദരേഖകളിലെ ശബ്ദമൊന്നും തൻ്റേതല്ലെന്ന് കൃത്രിമമായി ആരെങ്കിലും ഇനി ചമച്ചതാണെന്നോ പോലും രാഹുൽ പറഞ്ഞിട്ടുമില്ല. രാഹുലിനെതിരെ സമൂഹത്തിനാകെ അപമാനകരമായ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാതൃകയാണെന്ന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ദിവസങ്ങൾ നീങ്ങിയതോടെ രാഹുൽ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിലും രാഹുൽ പങ്കെടുത്തു. സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൽ രാഹുൽ ഫാൻസിന് കുറവില്ല. രാഹുലിനെ കോൺഗ്രസ് ഇനിയും ചുമക്കണോ